Hello all, welcome to XandY Learning. Class 10 സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒളിമ്പിയാഡ് മിഷൻ ഒളിമ്പിയാഡ് എന്ന് പറയുന്ന സീരീസിലെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ഹയർ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് XandY Learning. നമ്മുടെ ചാനൽ ബാക്കി സബ്ജക്ട്സിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്പേഴ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 10th രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ ഇസ് ക്യാരിഡ് നിയർ ടു എ സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് കറണ്ട്, ദെൻ രണ്ട് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് വയർ കോസസ് എ നോട്ടീസബിൾ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ. രണ്ടാമത്തത്, ദി അലൈൻമെൻറ്റ് ഓഫ് ദ നീഡിൽ ഈസ് ടാൻജൻഷ്യൽ to an imaginary circle with straight wire at its center and has a plane parallel to the wire. അപ്പോൾ ഇവിടെ നമ്മൾ 10th മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സ്ട്രെയിറ്റ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അത് ഡിറ്റക്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു മാഗ്നറ്റിക് നീഡിൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 200 കൊല്ലങ്ങൾക്ക് മുന്നേ ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. സ്ട്രെയിറ്റ് വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ആക്സിഡൻ്റലി ഒരു കോമ്പസ് നീഡിൽ ഉണ്ടായിരുന്നു. കറണ്ട് ഓൺ ആക്കിയ സമയത്ത് എന്തായി, ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കണ്ടു. ആ ഒബ്സർവേഷനാണ് ഈ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ എല്ലാം ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഒരു സംശയമില്ല. സ്ട്രെയിറ്റ് വയർ കോസസ് എ നോട്ടീസബിൾ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ. രണ്ടാമത്തത്, ദി അലൈൻമെൻറ്റ് ഓഫ് ദി നീഡിൽ. അപ്പോൾ കോമ്പസ് നീഡിലിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. കോമ്പസ് നീഡിൽ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടെയാണ് അവിടുത്തെ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയറക്ഷനെ കുറിച്ചാണ് സെക്കൻഡ് സെൻറ്റൻസ് പറയുന്നത്. ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ ടു എൻ ഇമാജിനറി സർക്കിൾ. അപ്പോൾ ഈ ചാപ്റ്റർ 10th പഠിച്ച ആളുകൾക്കറിയാം, നമ്മുടെ സ്ട്രെയിറ്റ് വയറിന് ചുറ്റും സർക്കിൾസ് ആയിട്ടാണ്, കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക. അറ്റ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ നിങ്ങളൊരു ടാൻജൻറ്റ് വരച്ചാൽ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കറക്റ്റ് ഡയറക്ഷൻ കിട്ടും. അപ്പം അതുവരെ പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ടാൻജൻഷ്യൽ ടു എൻ ഇമാജിനറി സർക്കിൾ വിത്ത് സ്ട്രെയിറ്റ് വയർ അറ്റ് ഇറ്റ്സ് സെൻറ്റർ, അതും കറക്റ്റാണ്. ആൻഡ് ഹാസ് എ പ്ലെയിൻ പാരലൽ ടു ദ വയർ. അപ്പോൾ ഈ സർക്കിൾസിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ വരക്കുന്ന, സ്ട്രെയിറ്റ് വയറിന് ചുറ്റും വരക്കുന്ന ഡയറക്ഷൻ, അതിൻ്റെ സർക്കിൾസ് എന്ന് പറയുന്നത് ആ ലൈനിൻ്റെ സെയിം പ്ലെയിനിൽ തന്നെയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വരക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിക്കൊണ്ട് നമ്മൾ വരക്കുന്ന സർക്കിളും ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന സ്ട്രെയിറ്റ് വയറും രണ്ടും സെയിം പ്ലെയിനിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൈ ഇതൊരു സർക്കുലർ ഷേപ്പ് നിങ്ങൾ ഇതിൽ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് സ്ട്രെയിറ്റ് വയർ, ഇതുപോലെയാണ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. പക്ഷേ ഈ ചാപ്റ്റർ പഠിച്ച ആളുകൾക്കറിയാം ആ പാർട്ട് എന്താണ്, തെറ്റാണ്. കാരണം ഇതാണ്, സപ്പോസ് ഇതാണ് ഇതിൻ്റെ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് വയർ, ഇതുപോലത്തെ ഒരു വയറാണെന്നുണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട്, ആ വയറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കോൺസെൻട്രിക് സർക്കിൾസിൽ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും, ഈ കോൺസെൻട്രിക് സർക്കിൾസിൽ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും എന്നതാണ് ആ സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് എന്താണ്, ഈ പറയുന്ന സർക്കിൾസിൻ്റെ പ്ലെയിൻ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെയിറ്റ് വയറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, പാരലൽ അല്ല. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ മാത്രമാണ് കറക്റ്റ്, സെക്കൻഡ് വൺ റോങ് ആണ്. സോ ഓൺലി 1 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി റോങ് ആണ്. ഓക്കെ, അപ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് വായിച്ച്, ആക്ച്വലി ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത നന്നായിട്ട് വായിച്ചിട്ട് സമയം എടുത്തുകൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, അല്ലാതെ ന്യൂമറിക്കൽ ഇക്വേഷൻസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? We can decide the nature of a mirror by observing the size of an erect image in the mirror. നമുക്കൊരു മിറർ ഏത് മിററാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അത് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇറക്റ്റ് ഇമേജിൻ്റെ സൈസ് നോക്കിക്കൊണ്ട്. 3 ടൈപ്പ് മിറേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടാകും, കോൺകേവ്, കോൺവെക്സ്, പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത ഇറക്റ്റ് ഇമേജസ് ആർ സെയിം സൈസ്, നമ്മുടെ അതേ സൈസ് തന്നെയാണ് മിററിൽ ഉണ്ടായിരിക്കുക. കോൺവെക്സ് മിററിലെ ഒബ്ജക്റ്റുകളുടെ സൈസിനേക്കാൾ എപ്പോഴും ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും കോൺവെക്സ് മിററിൽ. കോൺകേവ് മിററിൽ ഇറക്റ്റ് ഇമേജ് കിട്ടുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ഒബ്ജക്റ്റ് പോളിനും ഫോക്കസിനും ഇടയ്ക്ക് കീപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് കോൺകേവ് മിററിൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുക. ആ ഇമേജിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാൾ വലുതായിരുന്നു, മാഗ്നിഫൈഡ് ഇമേജ് ആയിരുന്നു. അപ്പോൾ 3 മിറേഴ്സ് എടുത്താലും അവരുടെ ഇമേജ് സൈസ്, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് മിററിൻ്റെ ഇമേജ് ആണെന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് വൺ വായിച്ച് നോക്കാം.
ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ റിയൽ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് റിയൽ ഇമേജ് ഇൻ എ കോൺകേവ് മിറർ ഈസ് 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺകേവ് മിററിൻ്റെ പ്രത്യേകതയാണ് റിയൽ ഇമേജസ് പോസിബിൾ ആണ്, വിർച്വൽ ഇമേജസ് പോസിബിൾ ആണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കോൺകേവ് മിററിലെ ഇമേജ് ഫോർമേഷൻ, ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പം ഫോക്കസിൽ ഇമേജ് കിട്ടും. അത് കഴിഞ്ഞിട്ട് മിററിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒബ്ജക്റ്റ് ഇങ്ങനെ പതുക്കെ കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മുടെ ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്, മിററിൽ നിന്നും അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് 2C എന്ന് പറയുന്ന പോയിന്റ്, 2C അല്ല C എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന പോയിന്റ് ഓർക്കുന്നുണ്ടോ? മിററിൽ നിന്നും റേഡിയസ് ഡിസ്റ്റൻസ് അകലെയുള്ള സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിങ്ങളൊരു ഒബ്ജക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺകേവ് മിററിൽ അതിൻ്റെ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് സെയിം പോയിന്റിലാണ്, അല്ലേ? സെയിം പോയിന്റിലാണ്. C അഥവാ 2F എന്ന് പറയുന്ന പോയിന്റിൽ ഒബ്ജക്റ്റ് വെച്ചാൽ അതേ പോയിന്റിൽ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള റിയൽ ഇമേജ് നമുക്ക് കിട്ടും. കോൺകേവ് മിറർ പഠിച്ച എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് 2 വായിച്ച് നോക്കുക. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ റിയൽ ഒബ്ജക്റ്റ് ആൻഡ് റിയൽ ഇമേജ് ഇൻ എ കോൺകേവ് മിറർ ഈസ് 0. ശരിയല്ലേ? കറക്റ്റാണ്. അത് രണ്ടും എന്താണ്? അപ്പോൾ രണ്ട് സെൻറ്റൻസുകളും കറക്റ്റാണ്. മിറേഴ്സിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ടും കറക്റ്റാണ്. പക്ഷേ ഓപ്ഷൻ എ പറയുന്നത് എന്താ? ബോത്ത് ആർ കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഫസ്റ്റ് വൺ പറയുന്നത് വിർച്വൽ ഇമേജസിനെ പറ്റിയാണ്, സെക്കൻഡ് വൺ റിയൽ ഇമേജിനെ പറ്റി പറയുന്നത്. ഒരിക്കലും സെക്കൻഡാണ് ഫസ്റ്റ് വണ്ണിൻ്റെ റീസൺ ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഏത് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യും? ഈ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതിലിതാ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫോൾസ് ആണോ? അല്ല. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. രണ്ടും എന്താണ്? കറക്റ്റാണ്. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളൊരു കുറച്ച് കെയർ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ചാടിക്കയറി ആൻസർ ചെയ്യാൻ പാടില്ല. രണ്ട് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് വൺസ് അഗൈൻ, ഇതുപോലെ ഹയർ ലെവൽ ഓഫ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കണം. അതിനുവേണ്ട നമ്പർ, ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആൻഡ് നമ്മുടെ ചാനലിൽ 10th കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാക്കി ഇതുപോലെ സയൻസിലെ മറ്റ് സബ്ജക്ട്സും മാത്തമാറ്റിക്സിലും ഒക്കെ ഉള്ള വീഡിയോസ് നമ്മുടെ ഫാക്കൽറ്റി പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.